തലസ്ഥാന ജില്ലയിൽ നാശോന്മുഖമായ ഇടയാർ പാലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സമരം നടത്തി ബി.ജെ.പി. തിരുവനന്തപുരം നഗരസഭയുടെ തിരുവല്ലം സോണൽ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം പ്രതിപക്ഷ കൗൺസിലർ എം.ആർ. ഗോപൻ ഉദ്ഘാടനം ചെയ്തു. പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാവാതെ വന്നതോടെയാണ് ബി.ജെ.പി. പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത്. തിരുവനന്തപുരം തിരുവല്ലത്തെ നഗരസഭയുടെ സോണൽ ഓഫീസിന് മുന്നിലാണ് ബി.ജെ.പി. ധർണ സംഘടിപ്പിച്ചത്. ഇടയാർ പാലത്തിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം. ബി.ജെ.പി. തിരുവനന്തപുരം നഗരസഭ പാർലമെന്ററി പാർട്ടി നേതാവ് എം.ആർ. ഗോപൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പാലത്തിന്റെ വിഷയത്തിൽ മേയർ അടിയന്തരമായി ഇടപെടണമെന്ന് എം.ആർ. ഗോപൻ വ്യക്തമാക്കി. മേയറുടെ അനാസ്ഥയാണ് പാലത്തിന്റെ പുനർനിർമ്മാണം അനന്തമായി നീണ്ടുപോകുന്നത്. ഒന്നിനും കൊള്ളാത്ത കഴിവുകെട്ട മേയറായി ആര്യ രാജേന്ദ്രൻ മാറിയെന്നും എം.ആർ. ഗോപൻ വിമർശിച്ചു. അവിടെ താമസിക്കുന്ന 300 കുടുംബങ്ങളുണ്ട് എങ്കിൽ ആ 300 കുടുംബങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ ഇടകലർന്ന് ജീവിക്കുന്ന വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആ നാട് സമ്പൂർണ്ണമായിട്ട് ഉള്ള വികസനം ആഗ്രഹിക്കപ്പെടുന്ന ഒരു പൊതുസമൂഹമാണ് ആ ഇടയാറിനകത്ത് താമസിക്കുന്നത്. ആ ഇടയാറിനകത്ത് താമസിക്കുന്ന ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം കൊടുക്കുവാൻ കടമപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട തിരുവനന്തപുരം നഗരസഭയുടെ മേയർ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നാണ് ഈ സമരത്തിന്റെ മുഖ്യമായിട്ടുള്ള ആധാരം. തുടർന്ന് നഗരസഭ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ബി.ജെ.പി. പ്രതിനിധികൾ സംസാരിച്ചു. എത്ര കഠിനമായ റിപ്പോർട്ട് എക്സിക്ക് കൊടുക്കാൻ പറ്റും, അത് കൊടുത്തേ പറ്റൂ. അത്ര ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി അവിടെ ഇത് തയ്യാറാക്കി കൊടുത്തിട്ടും മേലധികാരികൾ ഇത് കണ്ടു തുറന്നില്ല എങ്കിൽ വലിയ പ്രക്ഷോഭമായിട്ട് ഈ ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിൽ ബി.ജെ.പി. തിരുവല്ലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. തിരുവല്ലം വാർഡ് കൗൺസിലർ സത്യവതി, മണക്കാട് കൗൺസിലർ കെ സുരേഷ്, നേമം കൗൺസിലർ ദീപിക, കരമന കൗൺസിലർ ജി.എസ്. മഞ്ജു, ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് കോടിയൂർ രാജേഷ്, തിരുവല്ലം ഏരിയ സെക്രട്ടറി തിരുവല്ലം സുരേഷ് തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും ധർണയിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.